ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നൊരു ചെറിയ ലോങ് വീഡിയോ ആയിക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് തീമിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തീമിക്കാണ്. പിന്നെ ഉപ്പേരിയും കറികളും കൂട്ടാനും എല്ലാതും ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് അരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികം അടുപ്പത്ത് തന്നെയായിട്ട് ഉണ്ടാക്കൽ. നല്ല കത്തണ വിറകുണ്ട്, പിന്നെ അലുവ അടുപ്പൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാതും തിളച്ച് വെന്തമായി കിട്ടുകയും ചെയ്യും കേട്ടോ. അത് കിട്ടാനിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലേ ആൾക്കാർ. നമ്മളിവിടെ പണ്ട് മുതലേ അടുപ്പിലിങ്ങനെ കത്തിച്ച് ശീലമായതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഗ്യാസിന് വലിയ ക്ഷാമം വന്നതുകൊണ്ട് ഇപ്പോൾ വാഴക്കൊണ്ട് നമ്മളിന്ന് തോരനാണ് കേട്ടോ, പച്ചക്കായ കൊണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. മത്തനും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പാടത്തുനിന്ന് കൊണ്ടുവന്നത് അതിന് മത്തന്. അപ്പോൾ അത് വെച്ചിട്ട് കറിയും വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അപ്പോൾ അത് പാടത്ത് കൃഷി ആയതുകൊണ്ട് അധികം പച്ചക്കറി നമ്മൾ പാടത്തു നിന്ന് തന്നെ കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ പുറത്തങ്ങനെ വേണ്ടി വരാറില്ല. പിന്നെ നമ്മൾ ചിക്കനും മീൻ ഈ വക കാര്യങ്ങളൊക്കെയാണ് പുറത്ത് പോയി വാങ്ങേണ്ടി വരാറുള്ളത്. അപ്പോൾ ചോറൊക്കെ ഇതാ വേഗം ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുട്ടിയൊന്നും ഉണരുന്നുണ്ട്. ഓനെ ശരിയാക്കാനും ഓന് പാലെടുക്കാനും ഭക്ഷണം കൊടുക്കാനൊക്കെ അങ്ങനെ നീങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടൊന്നും എടുക്കാൻ കഴിയാറില്ല. അവിടെ ഇവിടെയൊക്കെ കിട്ടില്ല കേട്ടോ. ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയല്ലേ. ഭക്ഷണം പാകം ചെയ്യണം, അതിൻ്റെ ഇടയിൽ വീഡിയോ കുക്കിങ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒന്നും അങ്ങനെ നടന്നു പോയെന്ന് വരില്ല. അപ്പോൾ ഇതാ പച്ചക്കായ വെച്ച് തോരനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തോരൻ അധികം വെക്കാറില്ല കേട്ടോ. നമ്മളിവിടെ ഉപ്പേരി ആയിക്കൊണ്ടാണ് ഉണ്ടാക്കാറില്ല. ഇവിടെ ഇപ്പാക്ക് പറ്റില്ല, അതുകൊണ്ട് തോരൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒന്ന് പച്ചക്കായ കണ്ടപ്പോൾ ഒന്ന് വെച്ച് നോക്കിയതാണ്. ഉപ്പാക്ക് വേറെ സെപ്പറേറ്റ് ഉപ്പേരി ആയിക്കാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മത്തന്താ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അടുപ്പിൽ വെച്ച് കണ്ട് തന്നെ മൺകുടുക്കിയിലിട്ട് വേവിച്ചെടുക്കുകയാണ്. ആദ്യം നമ്മൾ ഉപ്പിട്ട് വേവിച്ചെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് തേങ്ങ അരച്ച് പാരുമ്പോഴാണ് അതിനിടയിൽ അത് നമ്മൾ ചീനാപ്പറങ്ങിയോ അല്ലെങ്കിൽ പച്ചമുളകോ എന്താ വെച്ചാൽ അതിൽ അരച്ച് ചേർക്കലാണ് കേട്ടോ. പിന്നെ എന്താ മീൻ കിട്ടിയിട്ടുണ്ട്, സൂത മീൻ കേട്ടോ. ചൂര സൂത എന്നൊക്കെ പറയുന്ന മീനാണ്. അപ്പം തന്നെ വൃത്തിയാക്കി കഴുകിക്കാണ്ട് മസാല വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ഒരു തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് കറി തീമയ്ക്കാണ് അടുപ്പത്ത്. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ എല്ലാവരുടെയും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് സബ്സ്ക്രൈബറും വീഡിയോസൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് എന്നും കൂടെ വേണം കേട്ടോ. ഇനി ആരെങ്കിലും പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. അധികം ദിവസങ്ങൾ നമ്മൾ വീഡിയോസ് ഇടലുണ്ട് കേട്ടോ. അധികം ഷോർട്സ് ആണിക്കാനാണ് ഇടൽ. ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാറില്ല. ലോങ് വീഡിയോയ്ക്ക് വ്യൂസും കാര്യങ്ങളും കുറവായതുകൊണ്ടേ ഷോർട്സിലേക്കാണ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ. അതിൻ്റെ ഇടയിൽ കുട്ടിയൊന്നും ഉണരും. അപ്പോൾ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പോകും. അവന് പനിയൊക്കെയാണ്, അതുകൊണ്ട് മേത്തുനിന്ന് ഇറങ്ങണ തന്നെയല്ലേ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടി, കരച്ചിലൊക്കെ ആയതുകൊണ്ട് അവനെ ക്ലിയർ ആക്കാൻ വേണ്ടി അവൻ്റെ ബേക്ക് കൊടുങ്ങാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ കടുക് വറുച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ മീൻ മസാല വയ്ക്കണം കേട്ടോ. നമ്മൾ ഉള്ളികളൊക്കെ ചേർത്തിട്ടാണ് മീനിൻ്റെ മസാല ഉണ്ടാക്കൽ. എന്നാലും ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവുള്ളൂ. വെറും മസാലപ്പൊടി മാത്രം ചേർത്തിട്ടാണതുകൊണ്ട് എനിക്കത് ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഉള്ളിയും ജീരകം ഇഞ്ചിയൊക്കെ ചതച്ചിടുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിക്കാണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പലർക്കും പല ടേസ്റ്റും കാര്യങ്ങളൊക്കെ അല്ലേനോ. ഇതിലേക്ക് ഒരല്പം കോൺഫ്ലവർ കൂടി ചേർത്താൽ നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ ഒരു ബലവും അധികം എണ്ണയൊന്നും പിടിക്കാതൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ. പിന്നെ ആവശ്യത്തിന് മാത്രമേ പൊരിച്ചെടുക്കുള്ളൂ കേട്ടോ. നമ്മൾ ഉച്ചക്കത്തിന് വേണ്ടി മാത്രം. വൈകിട്ടുള്ളത് നമ്മൾ വേറെ സെപ്പറേറ്റ് വേറെ പൊരിച്ചെടുക്കലാണ്. ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ടേ അപ്പോൾ ഫ്രഷ് ആയിക്കൊണ്ട് അപ്പോൾ ആ സമയത്ത് മാത്രം പൊരിച്ചെടുക്കുക ചെയ്യാറ് കേട്ടോ. എന്നാൽ ചൂട് കൊടുക്കണേ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ.